പലയിടത്തും പല ശരീരങ്ങളിൽ ആത്മാവ് കയറുന്നത് കാണുന്നുണ്ട്. നമ്മുടെ ഹൈന്ദവ തലത്തിലാണെങ്കിലും ക്രിസ്തീയ തലങ്ങളിലും പലയിടത്തും ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ സംഭവം നമ്മൾ പലരും കണ്ടിട്ടുള്ളതൊക്കെയാണ്. അത് എനിവേ ആ ആത്മാവ് വസിക്കാൻ തുടങ്ങിയാൽ പഴയ മനുഷ്യനോ പഴയ ആത്മാവിൻ്റെ സാന്നിധ്യമോ ആ വ്യക്തിയിൽ ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് അല്ലെങ്കിൽ പിശാചിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് എങ്ങനെ വസിക്കും? അത് വസിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചമാണ്. ഇരുട്ടും വെളിച്ചവും, അതായത് അറിവും ജ്ഞാനവും. അപ്പോൾ ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ശരിക്കും നമ്മൾക്കുണ്ടാകുന്നത് ഈ വിസ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ്. കറക്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് പറയേണ്ടി വരും. അത് ഞാൻ മാറ്റി നിർത്തുക. അപ്പോൾ യേശുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൽ ദൈവത്തിൻ്റെ വിസ്ഡം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ജ്ഞാനം വസിച്ചു. ശലോമോനും ചോദിച്ചല്ലോ, ശലോമോന് പറയുവാണ് ഈ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മജ്ഞാനം എനിക്ക് തരണമെന്നാണ്. അതൊരു വെളിച്ചമാണ്. സോ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെയാണ് ഈ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത്. സകലതും ഉണ്ട്, അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. പൗലൂസിന് കിട്ടിയതും ഈ ആത്മജ്ഞാനമാണ്. ഓഹോ. അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് കണ്ണിനെ പ്രകാശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്ന പൗലൂസ് പറയുന്ന ഇതാണ്, ഞാൻ ഇന്നലെ വരെ കണ്ടതിൽ നിന്ന് എൻ്റെ കണ്ണ് ഫ്യൂസായി പോകുന്ന ഒരു അമാനുഷികമായൊരു വെളിച്ചം ഞാൻ കണ്ടു. ആ വെളിച്ചം എന്താ? ഈ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇപ്പോൾ സൂര്യനെ കവിയുന്നൊരു വെളിച്ചം എന്ന് പറയുന്നത് ഞാൻ ആർജിച്ചെടുത്ത കാര്യങ്ങളിനേക്കാൾ മേൽത്തരമായിട്ട് ദൈവം എന്നിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ആ വെളിച്ചം, ആ വിസ്ഡം, അതാണ് സൂര്യനെ കവിയുന്ന പ്രകാശം. ആ പ്രകാശത്തിലാണ് അവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ആത്മാവ് വരുന്നു അല്ലെങ്കിൽ ആത്മാഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ കൺസെപ്റ്റ് പിടികിട്ടത്തില്ല. മേളിൽ നിന്നോ വന്ന് വീഴുന്നതൊക്കെ ധരിക്കും, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് മറ്റേതോ ഒരാൾ വന്ന് വസിക്കുന്നു എന്നൊക്കെ ധരിക്കും. അങ്ങനെ ഒരു മറ്റൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ആത്മാവിൽ സംസാരിക്കുവാണ്, നമ്മുടെ ഉള്ളിലിരുന്ന് വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ എൻ്റെ അറിവോട് കൂടെ തന്നെയാണ്, എൻ്റെ ബുദ്ധിയോട് കൂടെ തന്നെയാണ്. ഞാൻ സർവ്വമായിട്ടും ആ ഒരു ഇൻ്റലക്ച്വൽ സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ സംസാരിക്കുന്ന കാര്യം ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചതല്ല, പ്രസംഗം കേട്ടിട്ടല്ല, ഈ ഇന്ദ്രിയങ്ങളിലൂടെ ആർജിച്ച് വെച്ചിട്ട് ഞാൻ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം സൈമൾട്ടേനിയസ് ആയിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ വരുന്നതാണ്. ഇതാണ് അഭിഷേകത്തിൻ്റെ തരം. അല്ലേ? സോ നമ്മൾ ഒരിക്കലും വായിച്ച് പഠിച്ചതോ കേട്ട് പഠിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്. ബൈബിളിൽ നിന്ന് വായിച്ചതും ബൈബിളിൽ നിന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള അറിവുകൾ അകത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്ന ആശയത്തെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ പറയുന്ന ആശയം യേശു പറഞ്ഞതുപോലെ, പൗലൂസ് പറഞ്ഞതുപോലെ ആ ദൈവത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്.